ശൈത്താനെ സന്തോഷിപ്പിക്കുന്ന സംഗീതങ്ങൾ എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരോട്, എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളോട്, ഉമ്മപെങ്ങന്മാരോട് ഓർമ്മപ്പെടുത്തുന്നു. ഈ സംഗീതം കേൾക്കുന്ന പരിപാടി നമ്മൾക്ക് വേണ്ട. ഈ സംഗീതം കേൾക്കുന്ന പരിപാടി നമ്മൾക്ക് വേണ്ട. ഗാനമേള നമ്മൾക്ക് വേണ്ട. പാട്ട് അനുവദനീയമാണ്, പക്ഷേ ഇസ്ലാമിക ആശയമുള്ള പാട്ടായിരിക്കണം. അതിന് താളമേളങ്ങളുടെ കൊഴുപ്പ് പാടില്ല, ഹറാമ് തന്നെ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞിട്ടില്ലേ, അവസാന കാലഘട്ടത്തിൽ ഒരു കൂട്ടം ആളുകൾ വരും. എന്താ അവര്? യസ്തഹില്ലൂനൽ ഹിറ വൽ ഹരീറ വൽ ഹംറ വൽ മആസിഫ. സ്വഹീഹുൽ ബുഖാരി രേഖപ്പെടുത്തിയ ഹദീസല്ലേ. കള്ള് അനുവദനീയമാക്കുന്ന ഒരു കാലഘട്ടം വരും. പട്ടുവസ്ത്രം പുരുഷന് അനുവദനീയമാക്കുന്ന ഒരു കാലഘട്ടം വരും. അതുപോലെ തന്നെ വ്യഭിചാരവൃത്തിക്ക് മറ്റു പേരുകൾ ഇട്ടുകൊണ്ട് അവിഹിത ബന്ധത്തിന് ലൈസൻസ് നൽകുന്ന ആളുകൾ വരും എന്ന് റസൂലുള്ള പറയുന്നു. അക്കൂട്ടത്തിൽ നമ്മുടെ ഹബീബായ നമ്മുടെ നന്മ മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് നമ്മൾ നരകത്തിലേക്ക് പോയി ചാടരുതെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. നിങ്ങൾ വിഷമിക്കുന്നത് ആ റസൂലുള്ളാഹിക്ക് വല്ലാത്ത വിഷമമാണ്. നിങ്ങൾ സങ്കടപ്പെടുന്നത് റസൂലുള്ളാഹിക്ക് വിഷമമാണ്. നിങ്ങളുടെ ഓരോ കാര്യത്തിലും അക്കാലഘട്ടത്തിൽ വളരെ ശ്രദ്ധയോടുകൂടി ജീവിച്ച പുന്നാര റസൂല് നമ്മളോട് പറഞ്ഞില്ലേ, ദുന്യാവിലെ ഒരു തീ വരെ നമ്മളെ സ്പർശിക്കാതിരിക്കാൻ രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ ഉപ്പമാരെ ഉമ്മമാരെ വിളക്ക് കൊളുത്തി വെച്ചിട്ടുണ്ടെങ്കിൽ ആ വിളക്ക് കെടുത്താതെ കണ്ട് നിങ്ങൾ ഉറങ്ങാൻ കിടക്കരുതേ. എലിയെപ്പോലെയുള്ള ക്ഷുദ്രജീവികൾ വന്നിട്ട് ആ എണ്ണത്തിരി കൊണ്ടുപോയി നിങ്ങളുടെ വീട്ടിന്റെ മട്ടുപ്പാവിൽ വെച്ച് തീപിടുത്തം വരാൻ സാധ്യതയുണ്ട് എന്ന രൂപത്തിലുള്ള വിശദീകരണങ്ങൾ ആ ഹദീസിൽ നമുക്ക് കാണാമല്ലോ. ദുന്യാവിലെ ഒരു തീ നമ്മൾ സ്പർശിക്കുന്നതിൽ വരെ വിഷമമുള്ള റസൂലുള്ളാഹ് നമ്മളോട് പറയുന്നു, ആഖിറത്തിലെ തീയിലേക്ക് ചാടാതിരിക്കാൻ മുന്നറിയിപ്പ് തരികയാണ്. കള്ളും പട്ടുവസ്ത്രവും അതുപോലെ തന്നെ വേശ്യാവൃത്തിയും വ്യഭിചാരവുമൊക്കെ അനുവദനീയമാണെന്ന് പറയുന്ന ഒരു കാലം വരും. അതേ കൂട്ടത്തിൽ മുത്ത മുസ്തഫ എണ്ണുന്നു, വൽ മആസിഫ, വാദ്യോപകരണങ്ങളും. അതിൽ ഹാർമോണിയം വെട്ട് കഴിഞ്ഞു, ചെണ്ട വെട്ട് കഴിഞ്ഞു, മദ്ദളം വെട്ട് കഴിഞ്ഞു, തബല വെട്ട് കഴിഞ്ഞു, ഗിത്താറ് വെട്ട് കഴിഞ്ഞു. എല്ലാ സംഗീതോപകരണങ്ങളെയും അല്ലാഹുവിന്റെ റസൂല് വിലക്കിയിരിക്കുകയാണ്. സംശയിക്കേണ്ട പെങ്ങളെ, സംശയിക്കേണ്ട ഉപ്പമാരെ, എന്റെ പ്രിയപ്പെട്ട ജ്യേഷ്ഠാനുജന്മാരെ, ഉറങ്ങുന്ന സമയത്ത് വരെ നമ്മുടെയൊക്കെ മക്കൾ ഈ പാട്ടും കൂത്തും തട്ടും മേളവും കേട്ടാസ്വദിച്ചിട്ടല്ലേ ഉറങ്ങാൻ കിടക്കുന്നത്? അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ച ഇസ്ലാമിന്റെ സംസ്കാരമാണോ നിന്റെ വീട്ടിൽ നിന്നത് പറിച്ചെറിഞ്ഞോ? ആ സംഗീതം, ശൈത്താന് സന്തോഷമുള്ള ശബ്ദം മുസ്ലിമേ നിന്റെ വീട്ടിൽ നിന്ന് ഒഴിവാക്കിക്കോളൂ. അല്ലാഹുവിന്റെ റസൂലിനോട് ബഹുമാനമില്ലേ? റസൂലുള്ളാഹിനോട് മഹബ്ബത്തില്ലേ? ഉണ്ടെങ്കിൽ അത് തെളിയിക്കണം. നമ്മുടെ വീട്ടിൽ ഇനി സിനിമാ ഗാനങ്ങൾ കേൾക്കരുത്. നമ്മുടെ വീട്ടിൽ ഇനി സീരിയലുകൾ ഓടരുത്. നമ്മുടെ വീട്ടുകളിൽ സിനിമ പ്രദർശിപ്പിക്കരുത്. നമ്മുടെ മക്കളത് കാണരുത്. നമ്മുടെ കണ്ണുകൊണ്ട് കാണരുത്, കാതുകൊണ്ട് കേൾക്കരുത്. അള്ള തന്ന ഈ കണ്ണല്ലേ, അള്ള തന്നതല്ലേ ഈ സംസാരിക്കാനുള്ള നാവ്. അലം നജ്അൽ ലഹു ഐനൈൻ വലിസാനം വശഫതൈൻ. അവന് നാം രണ്ട് കണ്ണുകൾ നൽകിയിട്ടില്ലേ? അത് ഹറാം കാണാൻ തന്ന കണ്ണല്ല, വാക്കുകൾ പറയാൻ വേണ്ടി അവന് നാക്ക് കൊടുത്തിട്ടില്ലേ? ആ നാക്ക് ഉപയോഗപ്പെടുത്തണമെങ്കിൽ മേൽചുണ്ടും കീഴ്ചുണ്ടും അടങ്ങുന്ന ശഫതൈനും കൊടുത്തിട്ടില്ലേ? നല്ലത് പറഞ്ഞോ ഉമ്മമാരെ, നല്ലത് കേട്ടോളൂ സഹോദരിമാരെ, സഹോദരങ്ങളെ. നമ്മുടെ വണ്ടിയിലും വേണ്ട, നമ്മുടെ ഫ്ളാറ്റിലും വേണ്ട, നമ്മുടെ റൂമിലും വേണ്ട. ഇബ്ലീസിന് മാത്രം സന്തോഷമുള്ള ഒരൊറ്റ ഗാനവും താളമേളങ്ങളും നിങ്ങൾ വെക്കണ്ട. പ്രത്യേകിച്ച് നമ്മുടെ വീടുകളിൽ നിന്നതിനെ ശുദ്ധമാക്കിക്കോ. അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മലായിക്കത്തുകൾ നിങ്ങളുടെ വീട്ടിലേക്ക് വരണോ? നിങ്ങൾ ഈ ദുസ്വഭാവങ്ങൾ മാറ്റിവെച്ചോളൂ.
വീടുകളിൽ നിന്ന് അത്തരത്തിലുള്ള സർവ്വ സംസ്കാരങ്ങളെയും പിഴുതെറിഞ്ഞിട്ട് ആ സ്ഥാനത്ത് നിങ്ങൾ ഖുർആൻ ഓതിക്കോ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞിട്ടില്ലേ, നിങ്ങളുടെ വീടുകൾ നിങ്ങൾ മക്ബറകളെ പോലെയാക്കരുത് കേട്ടോ. മക്ബറകളിൽ നിസ്കാരം നടക്കില്ല. മക്ബറകളിൽ മുസ്ലിമീങ്ങളുടെ മക്ബറകളിൽ അവിടെ നിസ്കാരമില്ല. മുസ്ലിമീങ്ങളുടെ ഖബർസ്ഥാനിൽ ഓത്തിന്റെ പരിപാടിയുമില്ല. അതുകൊണ്ട് അതുപോലെ നിങ്ങളുടെ വീടാക്കാതെ നിങ്ങളുടെ വീടുകൾ ലാ തജഅലൂ ബുയൂതകും, നിങ്ങളുടെ വീടുകളെ നിങ്ങൾ മഖ്ബറകളെ പോലെ ആക്കരുത്. ഖുർആൻ ഓതണം. പ്രത്യേകിച്ച് വീടുകളിൽ വെച്ച് ഓതാൻ വേണ്ടി അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലേ സൂറത്തുൽ ബഖറ. സൂറത്തുൽ ബഖറ സ്ഥിരമായി നിങ്ങൾക്ക് കഴിയാവുന്നത്ര ആയത്തുകൾ സ്ഥിരമായി നിങ്ങളുടെ വീട്ടിൽ വെച്ച് ഓതിക്കോ. അത് ടിവിയെ ഏൽപ്പിക്കേണ്ടതല്ല, വിസിആറിനെ ഏൽപ്പിക്കേണ്ടതല്ല, റേഡിയോയെ ഏൽപ്പിക്കേണ്ടതല്ല. അല്ല തന്ന നാവ് കൊണ്ട്, പച്ചയായ ഈ നാവ് കൊണ്ട് റബ്ബിന് സന്തോഷമുള്ള നിലക്ക് അൽ ബഖറ സൂറത്ത് നിന്റെ വീട്ടിൽ വെച്ച് പാരായണം ചെയ്തോളൂ. കാരണം സൂറത്തുൽ ബഖറ പാരായണം ചെയ്യുന്ന വീട്ടിൽ നിന്ന് ശൈത്താൻ വിരണ്ടോടിപ്പോകുമെന്ന് നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി നമ്മളോട് കൃത്യമായി പഠിപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഒരവസരത്തിലും ഈ പാട്ടും മേളവും സംഗീതവും വേണ്ട, അത് കല്യാണത്തിന്റെ മജ്‌ലിസിലും വേണ്ട. അല്ല തന്ന നിഅമത്തിന് ശുക്ർ പറയേണ്ട ദിവസം ശൈത്താനെ സന്തോഷിപ്പിക്കുന്ന താളവേളങ്ങളും ശൈത്താനെ സന്തോഷിപ്പിക്കുന്ന നിലക്ക് സ്ത്രീകളുടെ